2014 മുൻപ് 2 തവണ BJP സർക്കാരുകൾ ഭരിച്ചപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനായിരുന്നു. 2 തവണയും കോൺഗ്രസിലെ PM സയ്യിദ് ഡെപ്യൂട്ടി സ്പീക്കറായി. 2004 ഒന്നാം UPA വന്നപ്പോൾ ശിരോമണി അകാലിദളിലെ ചരൺജിത് സിംഗ് അത്വാലും 2009 രണ്ടാം UPA സർക്കാർ വന്നപ്പോൾ BJPയിലെ കരിയമുണ്ടയും ഡെപ്യൂട്ടി സ്പീക്കർമാരായി. നരസിംഹറാവുവിൻ്റെ കാലത്ത് BJPയിൽ നിന്നും ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായ കാലത്ത് കോൺഗ്രസിൽ നിന്നും ഡെപ്യൂട്ടി സ്പീക്കർമാർ വന്നു. എന്നാൽ 2014 ഔദ്യോഗിക പ്രതിപക്ഷം ഇല്ലാതായതോടെ സ്ഥാനം NDAക്കൊപ്പം സഞ്ചരിച്ച അണ്ണാ-DMKക്ക് നൽകി BJP. 2019 ഡെപ്യൂട്ടി സ്പീക്കറായി ആരെയും നിയമിച്ചില്ല. എന്നാൽ ഇത്തവണ വിട്ടുകൊടുക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. 5 കൊല്ലം ആ പോസ്റ്റ് വേക്കൻ്റ് ആക്കി വെച്ചത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായിരുന്നു. ഈ പ്രാവശ്യം അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല. അടുത്ത സമ്മേളനത്തിൽ തന്നെ ഞങ്ങളത് ആവശ്യപ്പെടും. ഡെപ്യൂട്ടി സ്പീക്കർ ഇലക്ഷൻ എന്തായാലും ആവശ്യപ്പെടും. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് അവർക്ക് തീരുമാനിക്കാം. അവരെ ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് അവരുടെ ആളെ വെക്കട്ടെ. അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ സ്ട്രാറ്റജി. ജൂലൈ അവസാനം വർഷകാല സമ്മേളനം ആരംഭിക്കുമ്പോഴാകും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിക്കുക. അപ്പോൾ പഴയ ചരിത്രം എടുത്തുയർത്തി BJP പ്രതിപക്ഷത്തെ നേരിട്ടേക്കും. 1952 മുതൽ 69 വരെ കോൺഗ്രസ് ഭരിച്ച കാലത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർമാർ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.